മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ദില്ലും ഉണ്ട്, ഞാനും ഉണ്ട്. നമ്മൾ ഇന്നും വേറൊരു ട്രിപ്പിന് പോവുകയാണ്. നമ്മുടെ ആനിവേഴ്സറി ട്രിപ്പ്, ഫസ്റ്റ് ആനിവേഴ്സറി ട്രിപ്പാണ്. സ്ഥലം നമ്മളവിടെ എത്തി കാണിച്ചുതരാം. വൈബ് സ്ഥലമാണ്, സർപ്രൈസ് വൈബ് സ്ഥലമാണ്. നമ്മളുടെ ഇതുവരെ പോവാത്തൊരു ടൈപ്പ് സ്ഥലം. പോകാം പോകാം പോകാം. ഓക്കേ. നമ്മളെ കയ്യിൽ റംബൂട്ടാനുണ്ട്. ഹൈബ്രിഡ് റംബൂട്ടാൻ. ഇതേ ടേസ്റ്റ് ഒക്കെ എന്തറിയോ, ഹൈബ്രിഡ് ആയതുകൊണ്ട്. അയ്യ മോനെ, ഇപ്പളാ നെക്കി. ഓക്കെ, ടേസ്റ്റ് ടെസ്റ്റിംഗ് ആണ്. ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് ക്യാമറ ഓണാക്കാൻ പറഞ്ഞു. ഞാൻ റിവ്യൂ ഇട്ട സാധനമാണ്, ഗ്യാരണ്ടിയാ. ടേസ്റ്റ് ഉണ്ടോ നോക്കാം. പ്യൂർ സാധനം കേട്ടോ അത്. എന്താ എങ്ങനെയുണ്ട്? നമ്മള് അതാണ് മറ്റേ ചോക്ലേറ്റ് ഒക്കെ വാങ്ങുന്നതിന് പകരം ഫ്രൂട്ട്സ് വാങ്ങി വയ്ക്കുക അല്ലേ? നമ്മൾ അടുത്ത മാംഗസ്റ്റീൻ ഉള്ള സ്ഥലത്താട്ടോ നിർത്താൻ പോകുന്നത്. എവിടെ മാംഗസ്റ്റീൻ കണ്ടാലും നമ്മൾ വാങ്ങും. മാംഗസ്റ്റീൻ കാണല്ലേ. ഇപ്പൊ നമ്മൾ റംബൂട്ടാൻ തിന്നുകൊണ്ടിരിക്കുക. തിന്ന് പൊട്ടുമില്ല. എവിടെയുള്ള ഇതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലുത്. ഹൈബ്രിഡ്, ഡബിൾ ഹൈബ്രിഡ്. തുറക്കാൻ ഒരുവണം കത്തി ഒന്നും കണ്ട് കൈകൾ കൊണ്ട് അതൊക്കെ മേത്ത് തെറിക്കാനുള്ള കളി കേട്ടാ. തെറിക്കോ? അങ്ങനൊക്കെ ആക്കിയാൽ സക്സസ്. കേൾക്കൂലേ? പിന്നെ സലീംകുമാർ ആരെങ്കിലും കണ്ടോ? ഇല്ല. സക്സസ്. വണ്ടി എടുക്കും, ആ സാമിനടുത്ത് വെള്ളത്തിക്കിടും. റംബൂട്ടാൻ തരില്ല, പൊയ്ക്കോ. അയ്യോ, പറഞ്ഞ പോലെ കേട്ട്. എന്തോ ഒരു വീഡിയോ ഉണ്ടേനു, പാവം. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല. എന്താ ഇത് കറക്റ്റ് പിടിച്ചോണ്ടെങ്കിൽ രണ്ടുപേരും നടക്കില്ല. ഓക്കെ, തെറ്റിച്ച് 7 മിനിറ്റ് ആയല്ലോ ഇപ്പോ. തിരിച്ചോ? ഓക്കെ ഓക്കെ, നോ ഹറി. We spotted the dome. ഓക്കെ, നമ്മൾ വരികയാണ്. അയ്യോ, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞുതരാം. സ്ട്രൈറ്റ് പോവാ. ഞാൻ വീഡിയോ എടുക്കുന്നില്ല. പോവാ. ഇനി മെല്ലെ പോയിക്കാം. അല്ലതാ ഇതിന്റെ ഈ ഒരു ഇതിലേക്ക് അങ്ങോട്ട് കേറാണ്ട്. യെസ്, വി ഹാവ് റീച്ച്ഡ്. ഇത്രയും വലിയ ബോർഡ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ കണ്ടത്, അല്ലെ നമ്മൾ കാണില്ലായിരുന്നു. ഇത് ഞാൻ കണ്ടിട്ടോ, ടീ പ്ലാന്റേഴ്സ് എന്നിട്ട് ബോർഡ്.
ഇത് കാണാമല്ലോ. ശരിയാ. നമ്മൾ എത്തിയിട്ടുണ്ട്. പോകാൻ ഇതിലൊന്നും ഇല്ല. എനിക്കൊരു വി ഫോട്ടോ എടുക്കണ്ടേ. നമ്മൾ ഹിപ്നോട്ടിക്കൽ എത്തി. ചെറിയൊരു ഓഫ് റോഡാണ് ഗൈസ്. ഈ ഗൈസിന്റെ തുള്ളിൽ നിന്ന് വരുന്നുണ്ടല്ലോ. എന്താ കാരണം വീണ്ടും ഹിപ്നോട്ടിക്. Let's go. സ്കാൻ ചെയ്യുന്ന സാധനം വിൻഡേജ് ഇല്ലേ? Very cute. ഹോസ്റ്റ് ഹൗസ് പോലെ. ഇതാണ് മറ്റേത് നമ്മൾ കണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി ക്യൂട്ട്. താങ്ക് യു. അവിടെ ഏതാ പാർക്കിംഗ്? സോ ക്യൂട്ട്. ഞാൻ കണ്ടു സിറ്റു. നമ്മളെ ഡോമ കണ്ടു ഞാന്. ഓക്കെ, എനിക്ക് കുറവാണ് ആൾക്കാർ വന്ന്. ഓക്കെ ഹൈ ഇതാണ് നമ്മുടെ ഡോം. ഇനി നമ്മൾ കാണാൻ പോകുക. നിൽക്കുന്നു മെയിന്. ആയുണ്ട് അടിയിലേക്ക് കാഴ്ച. ഓ, ഇവിടെ അടുത്തന്നെ. എന്താ സൗണ്ട് ഉണ്ടാക്കുന്നത്? അപ്പൊ നമ്മൾ റൂമിലേക്ക് ഇരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഡോമിലാണ് അപ്പൊ നമ്മൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഡോമിൻ്റെ ഉൾഭാഗം കാണിച്ചുതരാം. കുറച്ച് മഴ കയറി വന്നാൽ നമ്മുടെ ലെഫ്റ്റ് ഭാഗത്ത് നമ്മൾ ലഗേജൊക്കെ വെക്കാം. നമ്മളെ ബാഗും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചായ, കോഫി സാധനങ്ങളുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബെഡാണ്. ഉണ്ട്, നൈറ്റ് സ്റ്റാൻഡ് ഉണ്ട്, ബെഡുണ്ട്, AC ഉണ്ട്, ഏതോ ഫ്രെയിമുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ സീറ്റിംഗ് വെരി മിനിമൽ, വെരി ക്യൂട്ട്. വ്യൂ കാണിച്ചോട്ടെ. വ്യൂ ടോപ്പ് വ്യൂ ആണ്. പുറത്ത് മഴയാണ് ഗൈസ്. ചെറിയൊരു മഴ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം, കാണാം, ചായ കുടിക്കാം, കഥ പറയാം. ഫുൾ അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ. പിന്നെ ഇനി അവിടെ ഉള്ളത് എന്താ പറയാ, ഡ്രസ്സിംഗ് ടേബിൾ. ഇതാണ് ഡ്രസ്സിംഗ് ടേബിൾ. മേക്കപ്പ് ഉണ്ട്, കണ്ണാടി ഉണ്ട്. ഇതെന്താണ്? ഞാൻ അല്ല, ഇത് ബാത്റൂം. എസ്തെറ്റിക്കലി ഭയങ്കര വൃത്തിയുണ്ട്, നല്ലൊക്കെ അടിപൊളി കേട്ടോ. ബാത്റൂമൊക്കെ കണ്ണാടി ഉണ്ട്. നോർമൽ ബാത്റൂം, നല്ല വൃത്തിയുണ്ട്. പെർഫെക്റ്റ് അല്ലേ? നമ്മളിപ്പോ കണ്ടതില്ലേ അവിടെ ഇവിടെയൊക്കെ പോകുന്നതിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ബാത്റൂം അല്ലേ? നല്ല ക്ലീൻ, ഉണങ്ങിയെടുക്കുക. അതന്നെ നമ്മള് ഇത് നമുക്ക് ആരും പറഞ്ഞു തന്ന ഒന്നും അറിയില്ല. നമ്മൾ വെറുതെ ഇൻസ്റ്റയിൽ കണ്ട് ഇതിൽ നമുക്ക് ഓർഡർ ചെയ്താലോ ബുക്ക് ചെയ്താലോ അങ്ങനെ ചെയ്യും. നമുക്കൊന്നും അറിയില്ല. നമ്മളിങ്ങനെ ഇനി അവിടെ പോയിട്ട് നിങ്ങളെ പ്രാങ്കാണ്, നിങ്ങൾ വിട്ടു അങ്ങനെയൊക്കെ പറയാനൊക്കെ ഒരു പേടിയുണ്ടായി. കാരണം ഒന്നും അറിയില്ലല്ലോ, വെറുതെ ഇൻസ്റ്റയിൽ കണ്ട് ഇങ്ങോട്ട് എടുത്തേ. പക്ഷേ അടിപൊളിയാണ്. ഇതവിടെ നമുക്ക് ഈ മഴയൊന്നും നിന്ന് നമുക്ക് പുറത്തവിടൊക്കെ പോകുന്നത്.
മെനു നോക്കാം. നമ്മളെ എസ്കോട്ട് ചെയ്തത് റാഗിലാണ്. റാഗിൽ ഓക്കെ. എന്താ സൂപ്പാ? സ്റ്റാർട്ടർ ആപ്പറ്റൈസർ എന്താ വേണ്ടി? ഓണിയൻ പക്കോട, പഴംപൊരി, പീനട്ട് മസാല കടല, മാഗി നൂഡിൽസ് 200 ഉറുപ്പ്യ. ഫ്രഞ്ച് ഫ്രൈസ്, സ്വീറ്റ് കോൺ, പനീർ ഗീ റോസ്റ്റ്. എനിക്ക് പനീർ വേണ്ടിയിരുന്നു. മോമോസ്, ചിക്കൻ നഗറ്റ്സ്. നമുക്ക് ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? മെയിൻ ഫുഡ് രാത്രി എന്താ ഓർഡർ ചെയ്യുന്നത്? steamed rice with lentil soup. എന്താ പറയുക? സാമ്പാറും ഇഡ്ഡലി. അങ്ങനെ പറഞ്ഞാ പോരെ? ഞാനും വിചാരിച്ചത്. അപ്പോൾ നമ്മൾ എന്തിനാ ശരിക്കും ഇന്ന് തന്നെ ഇവിടെ വന്നേ? അജി പറയും. നാളത്തെ പ്രത്യേകത ഒന്ന് പറഞ്ഞു കൊടുക്കും. നാളെയാണ് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി, ഓഗസ്റ്റ് 11. അതിന് വന്നതാണ് നമ്മൾ. അതെ, പക്ഷെ ഒരുപാട് പ്ലാൻ ഉണ്ട്. ഇവിടെ എത്തിയിട്ട് ഇനി പുറത്തൊക്കെ ഇറങ്ങി അല്ലേ? ഓരോന്ന് 2 ദിവസമായിട്ട് മഴ ഒന്നുമില്ല, അപ്പൊ നല്ല സുഖാണ് അങ്ങനെ പറഞ്ഞേ. പക്ഷെ ഞാനട്ടെ, നമ്മൾ വരാൻ തീരുമാനിച്ചപ്പോൾ ഫുള്ള് മഴ. അതല്ല, എത്ര വർഷം പറഞ്ഞ് ബാക്കിയുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ട് ബാക്കിൽ. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ അവിടെയൊക്കെ പോകേണ്ടി. അപ്പോൾ അതിൻ്റെ അതിലൊക്കെ ചുറ്റിക്കിറങ്ങി അവിടെ മായ എന്ന് പറഞ്ഞൊരു ഡോഗൊക്കെ ഇല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ. അപ്പോൾ അതിനൊക്കെ ഒന്ന് പരിചയപ്പെടേണ്ടി ഞോളൂ. അപ്പോൾ മഴ പെയ്ത് ഇതിനൊന്നും നടക്കാതെ ഇതിനൊന്നും ഞാൻ പറയട്ടെ, ഇതിനൊന്നും സാധിക്കാതെ നമ്മൾ ഇവിടെ കുടുങ്ങിയിരിക്കുക. ഞാൻ പറയട്ടെ? ആ, നീ പറയും. ഇത് പറയാൻ മഴ ആണെങ്കിലും നല്ല വൈബ് ഉണ്ട്. ഞാൻ മഴ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു വൈബ് ഉണ്ട്. ഒരു മഴ ഒരു സാധനം ഉണ്ട്. പിന്നെ ഒരു പറഞ്ഞു മഴ ഭയങ്കര ഒരു നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. മഴ ആണെങ്കിൽ കൂടി നമ്മൾ പുറത്തിറങ്ങാനൊന്നും കഴിയില്ലെങ്കിൽ കൂടി നല്ല രസമുണ്ട്. എൻ്റെ കൊട ഉണ്ട്, ഞാനൊക്കെ റെഡി ആയിട്ടാ വന്നത്. കൊട ഉണ്ട്, ഇനി എന്താ വേണ്ടിയൊക്കെ ഉണ്ട് എൻ്റെ. പിന്നെ ഞാൻ പറയാൻ വന്നത്, പിന്നെ ഒരു പറഞ്ഞു മഴ ആയതുകൊണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഊഞ്ഞാല, ട്രീ ഹൗസ് എന്തൊക്കെ ഉണ്ട്. അല്ല, അവിടൊക്കെ പുല്ലുണ്ട്. ഒരു പറഞ്ഞു പുല്ലിൽ അട്ടനെ പേടിയുള്ളവർക്കൊന്നും ഊഞ്ഞാൽ മാടണ്ട. ചാടി വരണം. ഒന്ന് ആടി വരണം, നോക്കട്ടെ. ഇവിടെ തന്നെ മുന്നേ മറ്റേ ഇങ്ങനെയുള്ള ആ ചെയറില്ലേ ഒരു ഊഞ്ഞാൽ, അതാണ്. ട്രീ ഹൗസിലൊക്കെ പോയി നമുക്ക് ഓരോ ട്രീ ഹൗസിൽ നിന്നാണ് സെറ്റാ കാണാൻ പറ്റാറ്. സൺറൈസ് നമ്മൾ ഇവിടുന്ന് തന്നെ കാണാം. ഈ കറക്റ്റ് നീക്കിയാൽ നല്ല രസമല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മഴയാണെങ്കിലും നല്ല വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് നടന്നു കാണാൻ. ചെരുപ്പ് കയ്യിലുണ്ട്, ചളിയാണ്. സോ ലെറ്റ്സ് ഗോ. ബ്രിട്ടീഷ് ബംഗ്ലാവ്, ഡോം നമ്പർ 6. യെസ്. ഊഞ്ഞാല ഞാൻ പറഞ്ഞു. നടന്ന അട്ടുണ്ട്. ഇതാണ് ബ്രിട്ടീഷ് ബംഗ്ലാവ്. ആ, അതേതാ കാറ്? ഇതാ നമ്മളെ കാർ അവിടെയാണ് പാർക്ക് ചെയ്തത്. ഇതാണ് ബ്രിട്ടീഷ് ബംഗ്ലാവ്. ഇവിടെയാണ് പ്രേതം ഉണ്ട് പറഞ്ഞേ. രാത്രി കഥ പറഞ്ഞതും പറഞ്ഞു. പിന്നെയാണ് അവിടുത്തെ മാഡം സെന്യോറ് സ്പാനിഷ് പ്രേത ബ്രിട്ടീഷിലേക്ക് അതിക്രമിച്ച് കയറും. സ്പാനിഷ് പ്രേതം. ബംഗ്ലാവിലേക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യാം അല്ലേ? നമുക്ക് ഇരുടെയൊക്കെ നടക്കല്ലേ? ബംഗ്ലാവിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ ഉണ്ട് അല്ലേ? ഒരു ഹൊറർ ഫീൽ ഇല്ലേ? ഇവിടെ പണ്ടാരും ഒറ്റ പോവല്ലേ? എന്താ
നമ്മൾ ഏതായാലും വണ്ടിയിൽ നിന്ന് കുറച്ച് സാധനം എടുക്കാണ്ട് അല്ലേ? എന്ത് പോവാറിയോ? ഹായ്, നമ്മൾ ട്രീ ഹൗസിലാണ്. അതെ, ഫുൾ ടീ പ്ലാന്റേഷൻ അവർ ചുറ്റും. ഇവിടെ നിന്ന് നമുക്ക് തേയിലത്തോട്ടം. ഇവിടെ വേൾഡ് വണ്ടി ലൈറ്റ് ആയിട്ട് സാധനം അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയത് അട്ടുണ്ടോ? ഓക്കെ, ഇവിടെ നല്ല വ്യൂ ആണ്. നമ്മൾ മോർണിംഗ് എടുക്കാറേ. കുറച്ച് റിസ്കി ആണെങ്കിലോ. ആയിക്കോട്ടെ. മഞ്ഞ മഞ്ഞ സ്റ്റോപ്പായോ? മുന്നോട്ട് പോവുക. മുളകോ? അതല്ല മുളകത്. എന്തോ ചീര മുളക്. യാവോ എന്താ മുളക് കൂമ്പാര. ഞാനാ ക്യാമറ. മുളക് നോക്കി കണ്ടത്. നമ്മളവിടെ കണ്ടല്ലോ. അപ്പം ഈ റിസോർട്ടിലൊക്കെ എന്താ മുളക് അങ്ങനെ ഉണ്ടല്ലോ. മഞ്ഞ മഞ്ഞ നോക്കാം. ബൾബുകളാ? ഒരാള് ചെരുപ്പും കൈ പിടിച്ച് നടക്കും. ഇവിടെ അത് അടിപൊളി ഇതുണ്ടല്ലോ. ഇവിടെ മറ്റേറ്റാ റൂമ്. നമ്മളതാ വിളി. 6 ഡോമുകളല്ലേ. കളിക്കാം. ആർച്ചറി കളിക്കാം. ആർച്ചറി. ചെരുപ്പ് അവിടെ ഇവിടെ വെക്കുന്നുണ്ടോ? അങ്ങനെ തോന്നുന്ന ഇത് എറിഞ്ഞു കേട്ടോ. ഞാൻ വെച്ചാ വേറെ ഇടം ഒത്തു. അട്ട വന്നാൽ ഇനി രക്ഷിക്കാൻ വരണം. കാട്ടുവാസിയാവുക. കൂർപ്പ് അതിൻ്റെ അതുണ്ടല്ലോ പോയിന്റ്. ഇതിനെ വിളിച്ചേ അതെ, ഒരു മൂടിയില്ലേ. സൺസെറ്റാണ്. ഫോട്ടോ സ്പോട്ട് കണ്ടു.
അവിടേക്ക് പോവാ. എന്താ അവിടെ ഉള്ളത്? ചെരുപ്പാടട്ട് ഫോട്ടോ എടുക്കുക. നടക്കി സ്പീഡാ. നടന്നു നോക്കുക. ഓക്കെ, നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കണ്ട്. എടുത്ത് പഠിച്ചു ഒറ്റക്ക് ചെസ് കളിക്കണം. റിസോർട്ട് മാറി ഉണ്ടല്ലേ? ഒരുപാട് സ്ഥലം ഇനി നമ്മൾ കാണാത്ത ഹിഡൻ സ്പോട്ടുകൾ ഈ റിസോർട്ടിലാണ്. അട്ട കയറിയാണ് എനിക്ക് കാൽമേലേക്ക്. ലുഡോ കളിക്കുന്നു. എനിക്കറിയില്ല. അടുത്ത കളി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കഴിഞ്ഞ കളിയെ കുറിച്ച് പറയണ്ട. അടുത്ത കളി മുന്നോട്ടേക്ക്. ഈ ഫോൺ വരുന്നുണ്ട്. ഹലോ. നാണം കെട്ട തോൽവിയുമായി മുകളിൽ ഇത് പെറുക്കുക നമ്മൾ. ആലേ ഒന്ന് യൂനോയിൽ ജയിച്ചപ്പോഴേക്ക് തോന്നി തീരെ തോൽക്കുന്നു. ഇപ്പോൾ തോറ്റിരിക്കുന്നു ഗൈസ്. തോൽവിയുടെ തീരെ ചെറുപ്പൊക്കെ തോന്നി. ഓക്കെ, ഇന്നത്തേക്കുള്ളതായി ഇനി അടുത്ത നാളെ കളിക്കാം. ഇതിലെടുപ്പം ഇതിലെ റിസോർട്ട് എന്താ അവസ്ഥ? വൈബ് സാധനം. എന്താ അവിടുന്ന് ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് പറയും. ഫുഡ് അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് വലിയൊരു വൈബ് അടിച്ചില്ല. നമുക്ക് വേണ്ട ടൈപ്പ് സാധനങ്ങളല്ലേ. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നു ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് വേണം നല്ല ആംബിയൻസിലേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഫ്രീ കോംപ്ലിമെന്റ്.
ഓക്കെ. ഫുഡ് എപ്പോഴാണ് വരിക? എന്താ? ചിക്കൻ മഞ്ചൂരി, ചിക്കൻ ചില്ലി, ചിക്കൻ ചില്ലി, ചില്ലി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു, നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് നമ്മൾ ഒരു ഗെയിം. ഫുഡ് എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. നേരത്തെ എടുത്ത് വെച്ച് ഇപ്പോൾ കാണിക്കും. ഇല്ല, ഈ ടൈമിലൊന്ന് കാണിക്കും. അതാണ് അങ്ങനെ ഉണ്ടാവല്ലേ എന്താ സംഭവം. ഗസ്റ്റ് ബുക്ക് കണ്ടോ? 11 നോഹ ആൻഡ് മോളത്തെ അറിയത്തില്ല. ഇത് ഇതിൻ്റെ ഇട്ടാ വെളുത്തേട് തോന്നിയതില്ലേ? എന്താ ഇത്? കുളിമാടുവോ? കാലിക്കറ്റ്. ബ്യൂട്ടിഫുൾ. എന്ത് ഹാൻഡ് റൈറ്റിംഗ്? ഹാൻഡ് റൈറ്റിംഗ് ബ്യൂട്ടിഫുൾ പ്ലീസ് ഡോം. അടുത്തത് വിത്ത് കാം. അല്ലേ ഭയങ്കര സൈലൻ്റ് അല്ലേ? കാം ബ്രിട്ടീഷ് ആർക്കിടെക്ചർ സംഭവം അല്ലേ? വെരി ക്ലീൻ ആർക്കിടെക്ചർ ആൻഡ് പെർഫെക്റ്റ്. ഇനി ഗെയിം കളിക്കാൻ പറ്റും. അല്ല അത് ഇത് അതുണ്ടല്ലോ, ആരെ തട്ടിയുടെ അതാണ്. ഇതിനൊരു ബോളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് ഇത് കളിച്ചിട്ട് വരാം. ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു വാശിയേറിയ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് ബാഴ്സലോണ ഫുള്ള് തോറ്റി. പക്ഷെ ഞാൻ ജയിക്കുന്നുണ്ട്, അതാണ് എൻ്റെ ഒരു ക്ലാസിക്കോല്. ബാഴ്സ ഫുള്ള് തോറ്റി. നടക്ക്. റിയൽ മാഡ്രിഡിനോട് ഏൽക്കാൻ ഏറ്റുമുട്ടാൻ ആയിട്ടില്ല. ഈ നെറ്റിലേക്ക് ഇതാണ് നമ്മളെ വൈബ് സ്ഥലം. രാവിലെ ഇവിടുന്ന് നമ്മൾ സൺറൈസ് കാണാൻ വിചാരിച്ച്. സൺറൈസ് ഉണ്ടായിനോ? സൺറൈസ് ഇല്ല, നമ്മൾ നേരത്തെ ഇറങ്ങീനി, പക്ഷേ കണ്ടില്ല. സൺറൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എണീച്ചില്ല. ഇപ്പോൾ മഴക്കാറേനി, പിന്നെ ഒരു വെയിൽ വന്നപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട്. നമ്മളെ സിറ്റിംഗ് ഏരിയ, നമ്മളെ ഡോം. ഓക്കെ, ഇനി നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്.
ദില്ലു റെഡി, എല്ലാവരും റെഡിയാണ്. ഞാൻ ദില്ലുവിൻ്റെ കൂട്ടായിട്ട് എനിക്ക് ഡ്രസ്സ് ഇടാൻ മൂടില്ല. അപ്പോൾ ദില്ലുവിൻ്റെ ഞാൻ ഒക്കെ എടുത്ത് വെച്ച് ഇതിൻ്റെ ബാഗൊക്കെ റെഡിയാണ്. ദില്ലുവിൻ്റെ എല്ലായിടത്തും റെഡിയാണ്. ലാസ്റ്റ് ഫൈനൽ സാധനങ്ങളൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ചാട്ടെ. ചാവി നിൽക്കുന്നതിന് ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് പോകാൻ മാത്രമേ ഉള്ളൂ. ബാഗ് എടുത്തു സെറ്റല്ലേ? യെസ്, നമ്മൾ പോവാൻ പോവുകയാണ്. ഓക്കെ, ബൈ റൂം. സത്യം പറയും. ഞാൻ ഇതൊക്കെ എടുത്തു. എൻ്റെ കേബിളിടെ കേബിള്, ചാർജർ, ഫോണ്, പിന്നെന്താ പുറത്ത്, ചാവി, കണ്ണടകൾ. എൻ്റെ കണ്ണടയുടെ ഇല്ല അത് പിന്നെ ഇത്രേ ഉള്ളൂ. പോക്കാം, നമുക്ക് പോക്കാം. നോപ്പ്, എല്ലാം റെഡിയാണ്. ഈ ഒരു കവർ എടുക്കുമോ? എനിക്കൊന്നും വെച്ചിട്ടില്ല.